ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ബ്രിസ്റ്റോളിലോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കാർഡിഫിലോട്ട് പോകാനാണ് പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ബ്രിസ്റ്റോളിലെത്തി. അവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അക്വേറിയം, പിന്നെ സസ്പെൻഷൻ ബ്രിഡ്ജ്, പിന്നെ ഉള്ള സ്ഥലങ്ങൾ അത്ര ക്ലിയർ അല്ല, പക്ഷേ കണ്ടുപിടിക്കണം. നമുക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടിട്ട് കാർഡിഫിലോട്ട് പോകാനാണ് തീരുമാനം. അപ്പം നമ്മൾ ബ്രിസ്റ്റോളിലെത്തി. ഇപ്പോൾ ഈ കാണുന്ന ഈ ഏരിയയുടെ എവിടെയോ ആണ് അക്വേറിയം. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ മാപ്പ് നോക്കി വേണം അങ്ങോട്ട് പോകാൻ. അപ്പോൾ നമ്മൾ ഇന്ന് ബ്രിസ്റ്റോളിലുള്ള അക്വേറിയം കാണാൻ പോവുകയാണ്. ഞാനും കീർത്തിയും അവളവിടെ നിന്ന് ഫോട്ടോയും മാപ്പൊക്കെ നോക്കുന്നുണ്ട് എങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ അക്വേറിയത്തിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഈ റൈറ്റിൽ കാണുന്നതാണ് അക്വേറിയം. ഞങ്ങൾ ഓർത്തു എൻട്രൻസ് ഇവിടെയാണെന്ന്, പക്ഷേ എൻട്രൻസ് ഈ സൈഡിലല്ലായിരുന്നു കേട്ടോ. നമ്മൾ തിരിച്ച് വീണ്ടും നടന്ന് വേറെ ഇതിൻ്റെ പുറകിലായിട്ടാണ് എൻട്രൻസ്. അപ്പോൾ അങ്ങോട്ട് തിരിച്ചു പോയി. ഇപ്പോൾ ഈ കാണുന്ന ഏരിയയിലെ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. ഇത് നമ്മുടെ ലണ്ടനിലും പിന്നെ മിക്ക സ്ഥലങ്ങളിലും എവിടെ ചെന്നാലും നമുക്ക് കാണാവുന്ന ഒരു സ്കൈ വീലാണ്. ഇവിടെയുണ്ട്, പക്ഷേ അധികം ആൾക്കാരില്ല കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ. ഞങ്ങൾ വീക്ക് ഡേയ്സിലാണ് പോയത്. ഇവിടെ നിന്ന് നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റിന് 20 pounds ആണ്. അതിൻ്റെ കൂടെ നമ്മൾ സർവീസ് ചാർജ് കൊണ്ട് കൊടുത്തിട്ട് 21 pound ആയി ഒരാൾക്ക്. ഇതാണ് എൻട്രൻസ്. ഉള്ളിൽ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു, നല്ലൊരു മ്യൂസിക്കും പിന്നെ ലൈറ്റിങ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. പക്ഷേ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് അത്ര ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവിടെ ഇരുട്ടായതുകൊണ്ടായിരിക്കും. പക്ഷേ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്ത ഒരുപാട് ക്രീച്ചേഴ്സിനെ ഞാൻ കണ്ടു. ഈ കാണുന്നത് എന്താണെന്ന് മനസ്സിലായോ? ആദ്യം എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഓർത്തു എന്തോ ഒരു ഫിഷ് ആണെന്നാണ്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് അത് പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ്. അപ്പോൾ പ്ലാസ്റ്റിക് നമ്മുടെ കടലിലൊക്കെ എന്തൊക്കെ ദുരന്തങ്ങൾ വരുത്തി വെക്കുന്നുണ്ടെന്ന് നമുക്കൊരു ക്ലാസ് തരികയാണ് അത് കാണിക്കുന്നതിലൂടെ കേട്ടോ. കടലിനടിയിലാണ്, കടലിൽ വീടുകളുടെ ഇടയ്ക്കാണ്. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ നമ്മൾ കടലിനടിയിലാണെന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ ഉണ്ടാകും കേട്ടോ. പിന്നെ അവരൊത്തിരി ഒരു ഓൾഡ് ഫാഷൻ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. അതിനകത്ത് ഒത്തിരി ടെക്സ്ചേഴ്സും പിന്നെ ദ്രവിച്ച വുഡൊക്കെ ഇല്ലേ, അതൊക്കെ ഇങ്ങനെ പല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഭംഗിയാണ് അത് കാണാൻ. അത് നേരിട്ട് കാണാനാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണുന്നതിനേക്കാളും ഭംഗി കേട്ടോ. അതാണ് എനിക്ക് തോന്നിയത്. പിന്നെ അതേണ്ട ഇവിടെ ഒരാൾ ഒളിച്ചിരിപ്പുണ്ട്. ഒരു വലിയ ലോബ്സ്റ്ററാണ്, പക്ഷേ ആളുടെ ഒരു കൊമ്പില്ല. ഞാൻ ഒരുപാട് ശ്രദ്ധിച്ച് നോക്കി, പക്ഷേ എനിക്ക് കാണാൻ ഒരു കൊമ്പേ ഉള്ളൂ. പിന്നെ അത് ഞാൻ ആദ്യം ഓർത്തത് എന്തെങ്കിലും ചുമ്മാ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്, പക്ഷെ അല്ല കേട്ടോ. ആൾക്ക് ജീവനുണ്ട്. ഇടയ്ക്ക് ഇതേണ്ട മുഖത്തുള്ള കണ്ട എന്തൊക്കെയോ അനക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ജീവനുണ്ട് ആൾക്ക്. പിന്നെ പുറത്തിറങ്ങി വന്ന് കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. പിന്നെ നമ്മളിനി കാണാൻ പോകുന്നത് ജെല്ലി ഫിഷാണ്. ഇപ്പോൾ ജെല്ലി ഫിഷിനെ അവരത് ഒത്തിരി ലൈറ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയാണ് അത് കാണാൻ കേട്ടോ. അതിങ്ങനെ അനങ്ങുമ്പോഴും. പക്ഷേ എനിക്ക് ഈ വീഡിയോ എടുത്തപ്പോൾ അത്രയായിട്ട് ക്ലിയർ ആയിട്ട് എനിക്ക് കിട്ടിയില്ല.
ഈ കാണുന്നത് വലിയൊരു ഫിഷ് ടാങ്കാണ് കേട്ടോ. വലുതെന്ന് പറഞ്ഞാൽ ഒത്തിരി വലുതാണ് കേട്ടോ. പിന്നെ അവരത് മാഗ്നിഫയർ ഗ്ലാസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മൾ കടലിനടിയിലാണെന്നുള്ളൊരു ഫീലിങ്സ് ഒക്കെ വന്നായിരുന്നു ആ സമയത്ത്. ഈ കാണുന്നില്ലേ, ഇത് നമ്മൾ നേരത്തെ കണ്ട ലോബ്സ്റ്ററിൻ്റെ തന്നെ വേറെ ടൈപ്പാണ്. ഇത് മറ്റേനേക്കാളും വളരെ ചെറുതാട്ടോ. ഈ മീനില്ലേ, ഈ മീൻ കണ്ടിട്ട് എനിക്ക് തോന്നി ഒരു അയലയെ പോലെയാണ്. നല്ല രസമുണ്ട് കാണാൻ. അയലയൊക്കെ കണ്ടിട്ട് കാലം മറന്നു. അയലയൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായി. ഇത് പിന്നെ പറയണ്ടല്ലോ, നമ്മുടെ സ്റ്റാർ ഫിഷ്. ഒത്തിരി തരത്തിലുള്ള സ്റ്റാർ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് എല്ലാം എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ എടുത്ത കുറേ വീഡിയോസ് പോയായിരുന്നു. എനിക്കത് ശരിക്കും അത് റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് മിസ്സായിട്ടുണ്ട് ഈ വീഡിയോസിൽ. ഒത്തിരി ക്രീച്ചേഴ്സ് എനിക്ക് മിസ്സായിട്ടുണ്ട് ആ വീഡിയോസ്. ഇനി അങ്ങോട്ട് കാണുന്നത് ഓപ്പൺ ഏരിയയാണ്. ഇവിടെ ഒരു പൂള് പോലെ പണിതിട്ട് അതിനകത്ത് ഒത്തിരി മീൻ ഇട്ടിട്ടുണ്ട്. ഇതിനകത്തുള്ള മീനുകളിൽ മിക്കതും എനിക്ക് പരിചയമുള്ളതാണ്. ഇവിടെ വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ള മീൻ സീബാസാണ്. സീബ്രീംസിനേക്കാളും കൂടുതൽ ഞാൻ കഴിച്ചിട്ടുള്ളത്. അതിന് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ മീനുകളൊന്നും ഇവിടെ കിട്ടാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു ഞാൻ UK വന്നപ്പോൾ. പക്ഷേ സീബാസിനെ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ആ മീൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ മിക്കപ്പോഴും ആ മീൻ മേടിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഈ പൂളിലുള്ളത് സീബ്രീമും സീബാസ്, പിന്നെ ടോർട്ടോയിസ്, പിന്നെ നമ്മുടെ പേര് കിട്ടി, അത് തെരണ്ടി മീനും ഒക്കെ ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ട് വലിയ അത്ഭുതമല്ല. പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക്, സ്പെഷ്യലി കുട്ടികൾക്കൊക്കെ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരുപാട് ഫാമിലീസ് വരുന്നുണ്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫാമിലീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിള്ളേർക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാനും ഓരോ മീനിൻ്റെ പേര് പറഞ്ഞു കൊടുക്കാനും. പിന്നെ അവിടെ ഗൈഡുണ്ട്. ആ ഗൈഡ് ഓരോ മീനുകളുടെ ആ സ്വഭാവങ്ങളും പിന്നെ അതിൻ്റെ വളർച്ചാ രീതികളും ബ്രീഡിങ്ങും എല്ലാം പറഞ്ഞു തരാൻ അവിടെ ഒരു ഗൈഡുണ്ട്. അപ്പോൾ നമ്മളതെല്ലാം കണ്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ വീണ്ടും ചെല്ലുന്നതുണ്ടല്ലോ, നമ്മൾ താഴേന്ന് കണ്ട ആ ഒരു ഏരിയ തന്നെ നമുക്ക് മേളിൽ നിന്ന് കാണാൻ പറ്റും. അങ്ങനെ അവിടെയെല്ലാം ഞങ്ങൾ കണ്ടു. ഇത് സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയയാണ്. നമ്മുടെ കടൽ കുതിരകളുടെ ഒരു സ്പെഷ്യൽ അക്വേറിയമാണ്. അപ്പം നമ്മളുടെ അതിനുള്ളിൽ ചെറിയൊരു ഡോം പോലെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ. നമുക്ക് താഴെ കൂടി ഇരുന്നിട്ട് അതിനുള്ളിലൂടെ കയറി നമ്മുടെ തല അതിനകത്താക്കാൻ പറ്റും. ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവരെ പറ്റിയുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചെങ്കിൽ, നമ്മുടെ പെൺ കടൽ കുതിരകൾ ആൺ കടൽ കുതിരയുടെ പൗച്ചിനുള്ളിൽ എഗ്ഗ് ഇട്ട് വെക്കും. എന്നിട്ട് അത് ആൺകുതിരയാണ് അതിനെ പരിപാലിച്ചിട്ട് 10 to 14 ഡേയ്സിനുള്ളിൽ അത് അവർ പുറത്തോട്ട് എക്സ്പെൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആൺകുതിരയുടെ ജോലിയാണ് കുട്ടികളെ നർച്ചർ ചെയ്യുക എന്നുള്ളത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ്. കാരണം ഒത്തിരി ചെറിയ ചെറിയ ക്ലിപ്പുകൾ എനിക്ക് ക്രാഷായിപ്പോയി, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവിടെ ഈ വീഡിയോ നിൽക്കുകയാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.